വെൽക്കം ബാക്ക് ഗൈസ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് 14 വർഷത്തിന് ശേഷമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഒരു പുതിയ മൂവി റിലീസ് ആയിരിക്കുന്നത്. ആക്ച്വലി 21 മില്യൺ ആണ് ഫസ്റ്റ് ഡേ തന്നെ ഈ മൂവി കവറപ്പ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസുകളിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഫസ്റ്റ് ഡേ ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. അതിന് കാരണവുമുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് റീസൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ബിഗ്ഗസ്റ്റ്, ഈ ഡെക്കേഡിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു R-rated ഹൊറർ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ആക്ച്വലി അത്രയും നല്ലൊരു ഓപ്പണിങ്ങും തരാനും പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് R-rated ആകുമ്പോൾ നമുക്കറിയാമല്ലോ, കംപ്ലീറ്റ് ബ്ലഡ് ഷെഡാണ്, മരണവുമായി ബന്ധപ്പെട്ട സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം, മറ്റ് സിനിമകൾ കണ്ടവർക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ മരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, എത്ര മനോഹരമായി സംഭവിക്കുന്നു, എത്ര മനോഹരമായി ആ മരണങ്ങൾ സംഭവിക്കുന്നത് കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നായകനും വില്ലനും എല്ലാം മരണം തന്നെയാണ്. ഓക്കെ, ആക്ച്വലി അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇറങ്ങിയതെങ്കിലും ആൾക്കാർ വളരെയധികം എൻജോയ് ചെയ്താണ് ഇത് കാണുന്നത്. ഒരുപാട് ഇപ്പോഴും നല്ല സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് തിയേറ്റേഴ്സിലൊക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള സീരീസ്, അതായത് ഇതിൻ്റെ തന്നെ മുന്നിലുള്ള സീരീസുകളിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കുന്നത്, ഇതിൻ്റെ ഒരു ജനറേഷൻ വൈസാണ് ഈ ഡെത്ത്സ് വരുന്നത്. അതായത് ഒരു തലമുറകളായി കടന്നു വരുന്ന ഒരു ഗ്രാഫാണ് ഇതിൻ്റെത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും, ആ ഒരു ഓർഡറിലായിരിക്കും മരണങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ, അതായത് ഇത് നേരത്തെ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സ് കണ്ടിട്ടില്ലാത്തവർക്കും നേരെ പോയി കാണാം, ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കണ്ടവർക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന രീതികളിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഒരുപാട് പറയാനൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. അടിപൊളി സിനിമയാണ്. എവരി വൺ ഷുഡ് വാച്ച് ഇറ്റ് എന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഒരു വൺ ഓഫ് ദി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് കാണാനായിട്ട്. അത് എടുത്തിരിക്കുന്നത് രീതിയും ഒക്കെ അടിപൊളിയാണ്. സോ എവരി വൺ ഷുഡ് വാച്ച് ഇറ്റ്.